ഹായ് കുട്ടികളെ മാതാപിതാക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ടാണ്. ഞങ്ങളുടെ ഓൺലൈൻ എൻട്രൻസ് കൗൺസിലിംഗ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ വാട്സപ്പ് ബിസിനസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഡ്മിഷൻസിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസും ഗൈഡൻസും ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ വീഡിയോയിൽ എന്താണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്, ഈ ഒരു സബ്ജക്റ്റിലേക്ക് അഡ്മിഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്കുകളായിരിക്കും പഠിക്കേണ്ടതായിട്ട് വരിക, അതേപോലെ തന്നെ ഈ മേഖലകളിലേക്ക് അഡ്മിഷൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിൽ ജോലികൾ ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും റാപ്പിഡായിട്ടുള്ള എക്സ്പാൻഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ്? റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ രണ്ട് വാക്കുകളാണ്. ഈ രണ്ട് വാക്കുകളും ഇൻ്റർ റിലേറ്റഡ് ആണ്. എന്താണ് റോബോട്ടിക്സ്? റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. ഡിഫറെൻറ്റ് റോബോട്ടിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ട്സ് വരും, നോൺ ഹ്യൂമനോയിഡ് റോബോട്ട്സ് വരും. ഇങ്ങനെ വരുന്ന ഡിഫറെൻറ്റ് റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ എല്ലാം ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ആപ്ലിക്കേഷൻ, മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ റോബോട്ടിക്സിൽ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് മെഷീൻസിൻ്റെ എല്ലാം ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ഓപ്പറേഷൻസ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ഫോർ ഓട്ടോമേഷൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഓട്ടോമേഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന ഫീൽഡിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രാഞ്ചിലേക്ക് അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നത് എന്ന് നോക്കാം. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ബ്രാഞ്ചാണ്. ഇതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകളുടെ സബ്ജക്ട്സ് എല്ലാം പഠിക്കേണ്ടതായിട്ട് വരുന്നു. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ടോപ്പിക്സ് വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, മൈക്രോ കൺട്രോളേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റം, അതേപോലെ തന്നെ ട്രാൻസ്ഡ്യൂസേഴ്സ് തുടങ്ങിയവയാണ് വരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ആണെങ്കിൽ ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, മെഷർമെൻറ്റ്, PLC ആൻഡ് സ്കാഡ തുടങ്ങിയ ടോപ്പിക്കുകളാണ് വരുന്നത്. അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫ്ലൂയിഡ് പവർ ഓട്ടോമേഷൻ, മെഷീൻ ഡിസൈൻ തുടങ്ങിയ ടോപ്പിക്കുകളായിരിക്കും വരുന്നത്. ഇവ കൂടാതെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളും നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നു. റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻസ് എടുക്കുന്നതിലൂടെ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ടാകും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നാണ്. മെഡിക്കൽ ഫീൽഡ്, എഡ്യൂക്കേഷൻ സെക്ടർ, IT സെക്ടർ, ഡിഫൻസ്, ഇൻഡസ്ട്രിയൽ ഫീൽഡ്സ്, മാനുഫാക്ചറിങ് തുടങ്ങിയ മേഖലകളിലെല്ലാം റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഒരു എഞ്ചിനീയർ ആവുക എന്നത് നിങ്ങളുടെ ഒരു ആസ്പിറേഷൻ ആണ് എങ്കിൽ ഈ ഒരു ബ്രാഞ്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ടെക്നോളജിക്കൽ റെവല്യൂഷൻ്റെ ഒരു പാർട്ടായിട്ട് തീരുവാൻ നിങ്ങൾക്കും സാധിക്കും. ഓരോ ദിവസവും വളരെ ഫാസ്റ്റായിട്ട് പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് ഈ ഫീൽഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്കുള്ള സാധ്യതകളും വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാനും അതേപോലെ വളരെയധികം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷൻസിലേക്ക് നിങ്ങളുടെ കരിയർ ലീഡ് ചെയ്യാനും ഈ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. യൂണിവേഴ്സൽ റോബോട്ട്സ്, ABB, ബോഷ്, TCS, വിപ്രോ പാരി, ജെൻ റോബോട്ടിക്സ് തുടങ്ങിയ കമ്പനികളെല്ലാം റോബോട്ടിക്സ് എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നവയാണ്. നമ്മുടെ കേരളത്തിൽ BTechന് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്ന ബ്രാഞ്ച് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് കോളേജസ് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു റോബോട്ടിക്സ് എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ച് കോളേജസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് സബ്മിറ്റ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഫലപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്യുക. തുടർന്നും ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് മിസ്സാക്കാതെ കാണുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക.